എനിക്ക് ചെയ്തു കൊടുത്തതിനേക്കാൾ അതിൻ്റെ സന്തോഷത്തേക്കാൾ ഏറെ ഇനിയും ഒരുപാട് പാവങ്ങൾ വീട് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് കൂടി വീട് വെച്ച് കൊടുക്കാനുള്ള ഒരവസരം ദൈവം തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇത്തവണ ഞാൻ BJP വോട്ട് ചെയ്യും, മാറാത്തത് മാറുമെന്നാണ് അവർ തന്ന നോട്ടീസിലുള്ളത്. കാരണം ഈ കേരളം മൊത്തമുള്ള ആശുപത്രിയിലൊക്കെ പോയിട്ട് ചികിത്സിച്ചിട്ട് മാറാം, ഞാൻ ജീവനുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചെയ്യാൻ എന്നോട് പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുനർജനി. ഞാനത് ഈ പാവങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് വേണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, വേണം വെറുതെ ഇതാണ് ആക്ഷേപം. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും അത് കൂടിയിരിക്കുകയാണ്. ഞാനതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നെനിക്കറിയാം. വീടില്ലാതെ കിടന്ന് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ നേരത്ത് നമ്മൾ തെരുവി കിടക്കണ പോലെ ഇരിക്കുമ്പോഴാണ് സാർ ദൈവത്തിനെ പോലെ വന്നത്. പുള്ളിയുടെ അടുത്ത് ചെന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സ്നേഹത്തോടെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായം. 100%. ഓഫീസിൽ തന്നെ എത്ര ആൾക്കാരായിരിക്കും അവിടെ തന്നെ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഞാനൊരു വീടൊക്കെ ഇടിഞ്ഞു കിടക്കായിരുന്നു. എനിക്ക് പോലും അദ്ദേഹം ഒരു ജാതി മത രാഷ്ട്രീയം നോക്കൂല, അതുപോലെ അദ്ദേഹം ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ MLA എന്നും ഇതിലേക്ക് കടന്നു പോകുമ്പോൾ പുള്ളിക്കൊരു വിഷമം. അതിപ്പോൾ പുള്ളി ഏത് രാഷ്ട്രീയമാണ് മറ്റൊന്നും ചിന്തിച്ചില്ല. പുള്ളിയുടെ ഓഫീസിൽ ഞാനിട്ട് ഇന്നാൾക്കൊരു വീട് കൊടുക്കണമെന്ന് പറയും. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, സാറ് തന്നെ കയറണം. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവും സാറിന്. സാറ് മുഖ്യമന്ത്രിയായിട്ട് കയറണം. ഈ പദ്ധതി പ്രകാരമാണ് എനിക്ക് വീട് കിട്ടിയത്. അതുപോലെ അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഈ വീടുകൾ എല്ലാം കിട്ടിയേക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളോട് ഓരോരുത്തരോടും 9-ാം തീയതി സൂര്യൻ ചക്രവാളത്തിൽ ഉദിക്കുമ്പോൾ കൈപ്പത്തി കോട്ടിയിടൊന്നും പറയാനല്ല ഞങ്ങൾ ആരും ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ മനസ്സാക്ഷിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങൾ വിട്ടുതരികയാണ്. ആർക്ക് വേണേലും നിങ്ങൾ വോട്ട് ചെയ്യാം. പക്ഷേ കേരളത്തിൽ പ്രതീക്ഷയായി മാറിയ പറവൂരിൻ്റെ ഈ പൊൻമുത്തിന് ഒരു പോറലും സംഭവിക്കാൻ നമുക്ക് അനുവദിച്ചു പോകാം. കേരളത്തിന്റെ പ്രതീക്ഷയാണ്. വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോഴും നട്ടെല്ല് വളയ്ക്കാതെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ മനുഷ്യപക്ഷത്താണ്, ജനങ്ങളാണ് എൻ്റെ യജമാനന്മാർ, എനിക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ സപ്പോർട്ട് വേണ്ട, ജീവനുള്ള മനുഷ്യന്റെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഇത്രയും വലിയ ഒരു മനുഷ്യ സ്നേഹിയെ കേരളത്തിന് സംഭാവന ചെയ്ത പറവൂരുകാരുടെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. കാരണം ഞാനും ഒരു പറവൂരിൻ്റെ ബ്ലഡുള്ള ഒരാളാണ്. എന്നെ പ്രസവിച്ച എൻ്റെ മാതാവ് പറവൂർകാരിയാണ്. എൻ്റെ അമ്മാവനാണ് നിങ്ങൾക്ക് പറഞ്ഞറിയും, കൊച്ചുമാസ്റ്റർ എന്ന് പറയും. റാഫി സൗണ്ട് മൈക്ക് സെറ്റൊക്കെ ഉള്ള വടക്കേ 4 വഴിയിലുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലഡ് കൂടി ഉൾക്കൊള്ളുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ചെയർമാൻ പാടുന്നു, വൈസ് ചെയർമാൻ പാടുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പാടുന്നു, വേദിയിലിരിക്കുന്നവരൊക്കെ പാടുന്നു. മുഴുവൻ കലാകാരന്മാർ, എന്തെങ്കിലും ഒരു കഴിവൊക്കെയായി ജനിച്ചിട്ടുള്ള ആളുകൾ, കലാകേരളത്തിന് ഒത്തിരി സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ, പ്രബുദ്ധതയുള്ള ആളുകൾ, ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ, നിങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെ ചേർത്ത് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. നമുക്കൊരിക്കലും VD സതീശൻ എന്ന ഒരു ജനപ്രതിനിധിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. കേരളത്തിലാകെ 2 സലീമുമാരാണ് കലാരംഗത്തുള്ളത്. 2 സലീമുമാർ.
ഒന്ന് നിങ്ങളുടെ സലീംകുമാറും മറ്റൊന്ന് ഞാനും. ഈ രണ്ട് സലീമുമാരും വി ഡി സതീശൻ സാറിന്റെ ഫാൻസാണ്. യോഗത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, ഞാൻ കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നേക്കാണ്. ഇവിടെ വന്നൊരു പ്രസംഗം നടത്തുന്നതിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീഴ്ച വന്നപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആവശ്യത്തിന് നമ്മൾ കൂടെ ഉണ്ടാകും എന്നുള്ള നമ്മുടെ സന്തോഷം പങ്കുവെച്ചിട്ട് ഉള്ള ഒരു സ്നേഹ സംഗമത്തിലാണ് നാം ഉള്ളത്. ഞാൻ ആദ്യം തുടക്കം തന്നെ പറഞ്ഞു, ആരോടും ഞങ്ങൾ വോട്ട് ചോദിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ മനസാക്ഷിക്ക് ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. കലയെയും കലാകാരന്മാരെയും ഒക്കെ ചേർത്ത് നിർത്തുന്നു എന്ന് അവകാശപ്പെടുന്നവർ ആവശ്യങ്ങൾക്കായി കലയെയും കലാകാരന്മാരെയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അവരൊക്കെ കോമാളികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടെ നിൽക്കുന്ന കലാകാരന്മാരെയും സാധാരണക്കാരെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ട് തൻ്റെ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഒരു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇനി ഇത്തവണ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് നമുക്ക് 1-ാം നമ്പർ കാറിൽ, കൊടിവെച്ച കാറിൽ നമ്മുടെ വി ഡി സതീശൻ സാറിനെ പറവൂരേക്ക് വരുത്തുവാനുള്ള പ്രവർത്തനമായി നമുക്ക് മുന്നോട്ട് പോകണം. പറവൂര് മാത്രം വിജയിച്ചത് കൊണ്ട് നമുക്ക് കാര്യമില്ല. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യും. പറവൂരിൻ്റെ MLA വി ഡി സതീശൻ സാറായിരിക്കുന്ന ഒരു കാര്യത്തിൽ കേരളത്തിന് സംശയമില്ല. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മൾ ഉപകാരം ചെയ്തിട്ടുള്ളവർ ഈ ജില്ലയുടെ വിവിധ ഭാഗത്ത് നിങ്ങളുടെ ഫോണുകളിൽ നമ്പർ ഉണ്ടാകും. അവരെയൊക്കെ വിളിച്ചിട്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റം വരുത്തുന്നതിന് വേണ്ടി സംശുദ്ധമായ, സാധാരണക്കാരെ കേൾക്കാൻ ചെവിയുള്ള, ചേർത്ത് നിർത്തുന്ന, നമുക്ക് ചേട്ടാ എന്ന് വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി, നമുക്ക് മോനെ എന്ന് വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി, നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി, സാധാരണ ഒരു പാവപ്പെട്ടവൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആളുകളെ ഇനി ഒരിക്കലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് കേരളത്തിന് വിജയം കൊടുക്കാൻ കഴിയണം. കലാകാരന്മാർ ചില്ലറക്കാരല്ല സാറേ. ഈ പരസ്യവാചകങ്ങൾക്കൊക്കെ ഭയങ്കര വിലയുണ്ട്. പാട്ടുകൾക്കും പരസ്യവാചകങ്ങൾക്കും ഒക്കെ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിച്ച നമ്മൾ ഇത്രയും പ്രായം സംസാരിച്ചതൊക്കെ മറന്നു പോകും. മറ്റാരുണ്ട് ഇത്രയും കൊളരായിക കാണിക്കാൻ എന്നുള്ള നിലയിലുള്ള ഒരു പരസ്യവാചകം ജനം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ചെറിയ കാര്യം പറയാം. ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ഒരാളാണ്. എന്നെ ആ രംഗത്തേക്ക് നയിച്ച ഒരു സിൽബി ചേട്ടൻ. പുള്ളി ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. ഒന്നും ആകണ്ട, വെറുതെ ബൂത്ത് യോഗത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സിൽബി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് മതി പുള്ളിക്ക്. ജീവിതം തന്നെയായി. പഞ്ചായത്ത് മെമ്പറും ആകണ്ട, മുനിസിപ്പൽ കൗൺസിലറും ആകണ്ട, ആരും ആകണ്ട. പുള്ളിക്ക് ഞാൻ കാണുന്ന കാലം തൊട്ട് ചെറിയൊരു ശ്വാസം മുട്ടുണ്ട്. മറ്റേ ഗ്യാസ് ലൈറ്റ് കത്തിച്ചു വെച്ച പോലെ എന്നുള്ളൊരു വലിയുണ്ട് പുള്ളിക്ക് വർത്താനം പറയും. ഇടയ്ക്കൊരു കുത്തിച്ചോമയും. എന്നാലും ഇതൊന്നും വകവെക്കാതെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് UDF-നും കോൺഗ്രസിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഒരു ദിവസം സിൽവി ചേട്ടൻ ഇപ്പം ഈ അടുത്ത് എൻ്റെ വീട്ടിൽ രാവിലെ വന്നിട്ട് പറഞ്ഞ്, സലീമേ, ഇത്തവണ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂല. എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം സിൽവി ചേട്ടൻ വോട്ട് ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ആരും ചെയ്യൂല. അത്രയും ആത്മാർത്ഥമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിൽവി ചേട്ടൻ ഇരിക്കും, എന്താണ് പ്രശ്നം ഉണ്ടായത്, നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ? അതൊന്നുമല്ല, ഇത്തവണ ഞാൻ ചെയ്യും, ഞാൻ തീരുമാനിച്ചേക്കാണ്. ഞാൻ പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് ഇയാളെ വീട്ടിലേക്ക് അകത്തേക്ക് വിളിച്ചു.
ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്താണ് സെൽവിച്ചേട്ടന് ഉണ്ടായേക്കണ പ്രശ്നം? അപ്പം എന്നോട് അയാൾ സത്യം പറഞ്ഞു, നിനക്കറിയാല എത്ര കാലമായി ഞാൻ ഈ ശ്വാസം മുട്ടായിട്ട് നടക്കണം. എറണാകുളത്ത് ഇനി കാണാൻ ഡോക്ടറില്ല, മെഡിക്കൽ കോളേജ് ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഇല്ല, എല്ലായിടത്തും ഞാൻ ചികിത്സിച്ച് എനിക്കിതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കോൺഗ്രസിന് വേണ്ടി ഈ ആയുസ് പ്രവർത്തിച്ചിട്ട് എനിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ അതിനിപ്പോൾ എന്താണ്, ഇത്തവണ ഞാൻ BJPക്ക് വോട്ട് ചെയ്യും, മാറാത്തത് മാറുമെന്നാണ് അവർ തന്ന നോട്ടീസുള്ളത്. കാരണം ഈ കേരളം മൊത്തമുള്ള ആശുപത്രിയിലൊക്കെ പോയിട്ട് ചികിത്സിച്ചിട്ട് മാറാം, ഞാൻ ജീവനുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചെയ്യാമെന്ന് എന്നോട് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പരസ്യവാചകത്തിനും പാട്ടിനും ഒക്കെ രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഇടയിൽ ബന്ധമുണ്ടാവുന്നത്. ഞാൻ സിൽവിച്ചേട്ടനോട്, സിൽവിച്ചേട്ട അത് പരസ്യവാചകമാണ്. കഴിഞ്ഞ രണ്ട് ടേം മുമ്പ് LDF വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ. അപ്പൊ അതുപോലെ ഈ വലിവ് മാറാത്തത് മാറുമെന്നല്ല അവര് പറഞ്ഞത്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വോട്ട് കിട്ടാനുള്ള ഒരു പരസ്യവാചകം പറഞ്ഞാണ് എന്ന് പറഞ്ഞ് സിൽവിച്ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി UDFലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് വളരെ തിരക്കിലാണ്. നമുക്ക് ഇനിയും പറവൂരിന് അഭിമാനമായ, പറവൂരിൻ്റെ നാവായി, കേരളത്തിൻ്റെ പ്രതീക്ഷയായി, ഞങ്ങൾക്കൊക്കെ അത്താണിയായി ദീർഘകാലം നിയമസഭയിൽ ഉണ്ടാവട്ടെ. നമ്മൾ മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി നമ്മൾക്ക് നടത്തിത്തരാൻ അദ്ദേഹത്തിന് ഹെൽപ്പും ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 പെൺകുട്ടികളെ കൊണ്ട് ഒരു പഴയ 2 വീലർ ഓടിച്ച് സാറിൻ്റെ ഓഫീസിൽ അത് ഞാൻ ചെന്നത് പ്രളയത്തിൽ. എനിക്ക് ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു, ടൈലർ ഷോപ്പ് മൊത്തം മുങ്ങിപ്പോയി. ഒരു കാര്യം മുങ്ങിയില്ലാത്തതാണ് മുങ്ങിപ്പോയിട്ട് സാറിനെ കാണാൻ ചെന്നാൽ തയ്യൽ മിഷ്യത്തിൻ്റെ കാര്യത്തിൽ ചെന്നപ്പോൾ സാർ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കാൻ, മോളെ എങ്ങനെ താമസിക്കും, വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ നല്ല പ്രൗഢിയിലാണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് സാറിനോട്. ജനങ്ങൾ അതും LDFിൽ, എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരെല്ലാവരും LDFിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ കൈകാലത്ത് എൻ്റെ പേരിട്ടൊരു വീട്ടിലുള്ള വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ സാറിനെ ഞാൻ അകമഴിഞ്ഞ് ദൈവത്തെ പോലെ ഞാൻ കൈതൊഴിഞ്ഞ് വന്നിട്ടാണ്. സാറിൻ്റെ ഒരു കഴിവാണ് എനിക്കൊരു വീട് തന്നത്. ഈ ഒരു പുനർജനി കുടുംബ സംഗമം വീടുള്ളവരുടെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണമെന്ന് ചോദിച്ചാണ്. ഇതുവരെ കൂടിയിട്ടില്ല അങ്ങനെ. പുനർജനിയുടെ ഗുണഭോക്താക്കളുടെ ഒരു കുടുംബ സംഗമം വിളിക്കാൻ പോയാൽ ഈ ഹോളൊന്നും മതിയാവില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് 2000-ഓളം പേർക്കാണ് നമ്മൾ തയ്യൽ മെഷീൻ മാത്രം കൊടുത്തിട്ടുള്ളത്. വ്യാപാരി വ്യവസായികൾക്ക് സഹായം കൊടുത്തിരിക്കുന്നത് 1600 പേർക്കാണ്. 5000 രൂപ മുതൽ 50,000 രൂപ വരെ കൊടുത്തിട്ടുണ്ട് വ്യാപാരികൾക്ക്. പശുക്കൾക്ക് തീറ്റ കൊടുക്കാനില്ലാതെ അതിൻ്റെ ഉടമസ്ഥർ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ 50 ടൺ കാലിത്തീറ്റയാണ് കൊടുത്തിട്ട് സൊസൈറ്റികൾ വഴി നമ്മൾ വിതരണം ചെയ്തു. കർഷകർക്ക് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീട് ഉണ്ടാക്കി കൊടുത്തതും, പുതിയ വീട് ഉണ്ടാക്കി കൊടുത്തതും, പണി പൂർത്തിയാക്കി കൊടുത്തതും 300-ലധികം നമുക്ക് വരും. ഇത് ഇവരെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ് എന്നെ നിർബന്ധിച്ചത്. വീട് വെച്ച് കൊടുത്തവരെങ്കിലും വിളിക്കണം എന്ന് പറയാൻ. കാരണം അതിൻ്റെ പേരിൽ, ഇതെല്ലാം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടുകയാണ് എന്നാണ് അവരുടെ പരാതി. എനിക്കതിൻ്റെ അകത്ത് ഞാൻ വളരെ ഉറച്ച ഇതോടുകൂടിയാണ് അതിനകത്ത് നിന്നത്. കാരണം ഞാൻ എന്നെ സ്നേഹിച്ച പറവൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വന്നത് 2018. ശരിക്ക് 2000 വീടുകൾ തകർന്നു, 3000 വീടുകൾ പാർഷ്യലി ഡാമേജായി. കുറേ വീടുകളെല്ലാം നമ്മൾ സ്കീമിൽ ചെയ്തു. സ്കീമിലൊന്നും ചെയ്യാൻ പറ്റാത്ത വീടുകൾ വന്നതാണ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്തത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ഉണ്ടായത് എല്ലാ സ്ഥലത്തേക്കും പരാതികൾ അയച്ചു. ഇവർ കുറേ ആളുകൾ കൂടി എല്ലാ സ്ഥലത്തേക്കും CBIക്ക് പരാതി അയച്ചു, ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി അയച്ചു, എല്ലായിടത്തേക്കും. ഇത് ചെയ്തതിനാണ് ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര കുഴപ്പമാണെന്ന് പറഞ്ഞു. അവസാനം കോടതിയിൽ പോയി. ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഇത് തള്ളി. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതിയുടെ, എനിക്കെതിരെ കേസുമായിട്ട്. ആ കേസൊന്നും വന്നില്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ കേസെടുത്ത് തള്ളി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എനിക്കെതിരായിട്ട് ഒരു വിജിലൻസിൻ്റെ അസംബ്ലിയിൽ എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. ഇതിൻ്റെ അകത്ത് ഭയങ്കര കുഴപ്പമാണ്. അപ്പം ഞാനൊന്ന് MLA ആയിരിക്കുകയാണ്. ഞാനിന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, ഞാനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്,
അതുകൊണ്ട് അങ്ങയുടെ കീഴിലാണ് വിജിലൻസ്. ദയവ് ചെയ്ത് അങ്ങ് വിജിലൻസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഒരു റിപ്പോർട്ട് വിജിലൻസ് തരും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ചോളാൻ പോകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസ് ഞാൻ MLA ആയിരിക്കുമ്പോൾ വിശദമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, വൃത്തിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ പരാതിയിൽ ഒരു കഴമ്പും പോലും ഇല്ല എന്ന് പറഞ്ഞ് മൂന്നാമത്തെയാണ്. അപ്പോൾ 2 കോടതിയിലും പോയി കഴിഞ്ഞിട്ട് മൂന്നാമതെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിജിലൻസ് നല്ല അഭിപ്രായം പറഞ്ഞ് ആ കേസ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ പത്രവാർത്ത വരെയാണ്. സതീശനെതിരായിട്ട് വിജിലൻസ് അന്വേഷണം. ഞാൻ ഏതാണ്ട് കുഴപ്പം ചെയ്തതാണ്. ഇതാണ് ഈ കുഴപ്പം ഈ ചെയ്തത്. എല്ലാ ദിവസവും പത്രവാർത്തകൾ, മാധ്യമ വാർത്തകൾ വരികയാണ്. പക്ഷെ വിജിലൻസ് തള്ളി. അതിനുശേഷം ഞാൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ വീണ്ടും കേസെടുത്തിട്ട് പറഞ്ഞു ഞാൻ മറ്റേ വിദേശ നാണ്യ നിയന്ത്രണ ലംഘനം നടത്തി, പിന്നെന്താണ് അഴിമതി നടത്തിയെന്നു. ഒരു വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തു, ഒരു തരത്തിലുള്ള അഴിമതി ഇതിൻ്റെ അകത്തില്ല, ഇത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ കൊടുത്തത് വിദേശ നാണ്യ വിനിമയ ചട്ടം ഒന്നും ലംഘിച്ചിട്ടില്ല, വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ആ റിപ്പോർട്ട് ആരെയും കാണിക്കാതെ പൂഴ്ത്തി വെച്ചിട്ട് ഒരു 2-3 മാസം മുമ്പ് വേറൊരു വാർത്ത CBI അന്വേഷിക്കും. അപ്പം ഞാൻ പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കാൻ പോയതല്ലേ, CBI അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് പനിയൊന്നും വന്നില്ല, എന്നെ ആംബുലൻസിലൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല. CBI അന്വേഷിച്ചോളാൻ പറഞ്ഞു. പിന്നെയാണ് പുറത്തു വന്നത് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല. എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് എനിക്കെതിരായിട്ട് അന്വേഷണം നടത്തുമെന്നും എനിക്കെതിരായിട്ട് കേസെടുക്കുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുമില്ലാതെ അത് അവസാനിച്ചു. കുറേ നാൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപവും മറ്റേ കേൾക്കേണ്ടി വന്നു. ഞാനപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടാണ് ചെയ്തത്, ഏറ്റവും പ്രൊഫഷണലായിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സത്യത്തിൽ പണം തരാൻ തയ്യാറായി വന്നവരെയും ഇതിൻ്റെ ഗുണഭോക്താക്കളെയും തമ്മിലാണ് ബന്ധപ്പെടുത്തിയത്. നിങ്ങൾക്കൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കോൺട്രാക്ടറെ അറേഞ്ച് ചെയ്ത് തന്ന് അവിടെ അത് ആ പൈസ കൊടുക്കുന്ന ആള് ആ കോൺട്രാക്ടർക്കാണ് പൈസ കൊടുത്തിരിക്കുന്നത് 3 ഘട്ടമായിട്ട്. നമുക്ക് പുനർജനിക്ക് ഒരു അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല, 1 രൂപ വാങ്ങിച്ചിട്ടില്ല. തയ്യൽ മെഷീൻ മേടിച്ചത് ഉഷാ കമ്പനിയുമായിട്ട് നമ്മൾ ധാരണ ഉണ്ടാക്കി. ഉഷാ കമ്പനി പറഞ്ഞു 100 മെഷീൻ ഓർഡർ തന്നാൽ ഞങ്ങൾ 110 തരാം ഈ കാര്യത്തിലായതുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പം 100 മെഷീൻ്റെ പൈസ ഒരാൾ അടച്ചാൽ ഞാൻ ആർക്കാണ് 110 പേർക്ക് കൊടുക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ പൈസ കൊടുത്ത ആൾ ഇവിടെ വന്ന് അയാളുടെ സാന്നിധ്യത്തിൽ ഈ 110 പേർക്കും കൊടുക്കും. അങ്ങനെയാണ് 2000-ഓളം തയ്യൽ മെഷീനുകൾ നമ്മൾ കൊടുത്തത്. ഒരുപാട് പേര് സഹായിച്ചിട്ടാണ്. വിദേശത്തുള്ള ആളുകൾ എന്ന് വെച്ചാൽ വിദേശത്തുള്ള മലയാളികളാണ്. അത് ഒരുപാട് സഹായിച്ചു. ഇപ്പോൾ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലെ ആസാദ് മൂപ്പൻ 25 വീടാണ് വെച്ചത് തന്നത്. ഗൾഫാർ മുഹമ്മദ് അലി 5 വീട് വെച്ച് വന്നു. അങ്ങനെ നമ്മുടെ എറണാകുളത്തെ റോട്ടറി ക്ലബ്ബുകൾ എല്ലാവരും ചേർന്ന് 80ഓളം വീടുകൾ വെച്ച് തന്നു. എല്ലാ റോട്ടറി ക്ലബ്ബുകളും. റോട്ടറി ക്ലബിൻ്റെ നാഷണൽ പ്രസിഡന്റ് വന്നപ്പോൾ ഞാനിത് വിശദീകരിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും മനോഹരമായൊരു പദ്ധതിയില്ല, അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ റോട്ടറി ക്ലബ്ബുകളെല്ലാം ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെക്കേണ്ട, വീട് പറവൂരിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി നമ്മുടെ പ്രോജക്റ്റ്. 80 വീടാണ് റോട്ടറി ക്ലബ്ബുകളെല്ലാം കൂടി വച്ച് ചേർന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായം, വിദേശത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനകൾ അവരെല്ലാവരും വെച്ച് തന്നു. NGO അസോസിയേഷൻ അല്ലേ, മജീദിൻ്റെ വീട് വെച്ച് തന്നത് NGO അസോസിയേഷൻ അല്ലേ, NGO അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ആ വീട് വെച്ച് കൊടുത്തത്. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് ഇത് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ വെറുതെ, എന്നിട്ട് ഇപ്പോഴും പറയുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം നടത്തി അവിടേക്ക്. എവിടെയാണ് നമ്മുടെ എളന്തിക്കര ഞങ്ങളൊരു ഫ്ലാറ്റ് പണിയാൻ തീരുമാനിച്ചു. കല്ലിട്ട് കഴിഞ്ഞപ്പോൾ ഈ തരം മാറ്റി തരുമെന്നാണ് പറഞ്ഞിരുന്നത് ഭൂമി. പക്ഷെ തരം മാറ്റി തന്നില്ല. തരം മാറ്റി തരാത്തതുകൊണ്ട് സ്ഥലം തരം മാറ്റി തരാതെ അവിടെ ഫ്ലാറ്റ് പണിയാൻ പറ്റുമോ? പണിതില്ല. ഇപ്പോൾ വേറൊരു ഫ്ലാറ്റ് പണിയുന്നുണ്ട്. വേറൊരു ഫ്ലാറ്റ് ഇപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചില്ലേ? നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈജൻ അറിയാലോ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എത്ര വീടുകളാണ് നമ്മൾ ആ പ്രദേശത്ത് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വെച്ചു കൊടുത്തത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ലിസ്റ്റിലുണ്ട്. എനിക്ക് ചെയ്തു കൊടുത്തതിനേക്കാൾ അതിൻ്റെ സന്തോഷത്തേക്കാൾ ഏറെ ഇനിയും ഒരുപാട് പാവങ്ങൾ വീട് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് കൂടി വീട് വെച്ച് കൊടുക്കാനുള്ള ഒരവസരം ദൈവം തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്
ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെ എൻ്റെ അടുത്ത് വന്നു പറയും, സാറേ ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും വൃത്തിയായിട്ടും ഇത്രയും ഭംഗിയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് സാറേ എത്രമാത്രം ആക്ഷേപമാണ് ഓരോരുത്തരെ കേൾക്കേണ്ടത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുനർജനി. ഞാനത് ഈ പാവങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് വേണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ വേണ വെറുതെ ഇതാണ് ആക്ഷേപം. ഇപ്പോൾ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും അത് കൂടിയിരിക്കുകയാണ്. ഞാനതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളുടെ വോട്ടൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ സ്വയം തീരുമാനമാണ്. അതൊന്നും പറയാനല്ല വിളിച്ചു വരുത്തിയത്. പക്ഷേ നമ്മളിങ്ങനെ ഒരു കുടുംബം ഇവിടെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ടൊരു കുടുംബമാണ് നമ്മളെല്ലാവരും. ഒരു കുടുംബമാണ്. അതിനിയും വേണമെങ്കിൽ അവരെല്ലാവരും ഒരു കത്ത് പോലും അയക്കാതെ ഇന്നലെയാണ് രാത്രിയായിട്ടാണ് ഇവർ എല്ലാവരെയും വിളിച്ചു പറഞ്ഞത്. എന്നിട്ടാണ് ഇത്രയും ആളുകൾ വന്നത്. മറിച്ച് ഒരു കത്ത് അയച്ച് ഒരു 10 ദിവസത്തെ പരിപാടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ മുഴുവൻ ഇവിടെ വരും. നമുക്കൊരു കുടുംബമുണ്ട്, പുനർജനി കുടുംബമുണ്ട്. അതിനിയും ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ വന്ന് സംസാരിച്ച എല്ലാവരോടും ഇവിടെ എത്തിച്ചേർന്നതിനും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഇത് ജീവിക്കുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് എത്ര വീട് വെച്ചു, എങ്ങനെ വെച്ചു, ഞാൻ ആരോടാണ് കണക്ക് ബോധിപ്പിക്കുന്നത്? എത്ര കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ബോർഡ് പോലെ ആ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ പുനർജനി എന്ന് പറഞ്ഞിട്ട് വെച്ചോ. കാരണം അത് നിങ്ങൾക്ക് ഔദാര്യം കിട്ടിയതാണ് എന്ന് ആരെങ്കിലും വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാനത്. എനിക്ക് വേണമെങ്കിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പുനർജനി പദ്ധതി എൻ്റെ പേര് കൂടി എഴുതിയിട്ട് VD സതീശൻ MLA നേതൃത്വത്തിലുള്ള പുനർജനി പദ്ധതിയിൽ നിർമ്മിച്ച വീടെന്ന് വെക്കായിരുന്നല്ല. എന്നോട് പലരും പറഞ്ഞു അങ്ങനെ വെക്കണം. ഞാൻ ചെയ്യില്ല. അത് ആ വീട്ടിലെ ആളുകൾക്ക് ആരോ അവർക്ക് ദാനം ചെയ്തതുപോലെ, ചില ആളുകളൊക്കെ വയ്ക്കും ദാനം ചെയ്തതുപോലെ. ഇത് ദാനവും ഔദാര്യമൊന്നും അല്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ചെയ്തത്. ഞാൻ നൽകിയ ഔദാര്യം ആരെങ്കിലും നൽകിയ ഔദാര്യം അല്ല നിങ്ങൾക്ക് അതൊരു അവകാശമാണ്. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഒരു സ്ഥലത്തും ഒരടയാളവും വെച്ചിട്ടില്ല. ഇത് പുനർജനിയുടെ വീട്, അത് മനഃപൂർവ്വം ചെയ്യാറുന്നതാണ്. എനിക്ക് അതൊക്കെ ചെയ്തിട്ട് ഇപ്പം ആക്ഷേപം ഉന്നയിക്കുന്നവരെ കൊണ്ട് കാണിക്കാറുണ്ട് 1, 2, 3 എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ലിസ്റ്റും കാര്യങ്ങളും. ഓരോ പഞ്ചായത്തിലും എത്ര വീട് വെച്ച് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ, പൊതുസമൂഹത്തിനറിയാം. പക്ഷേ നല്ലത് ചെയ്യാൻ പോകുമ്പോൾ കേൾക്കുന്ന ചീത്തപ്പേരും ആക്ഷേപവും പ്രയാസവും ചില സമയത്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവും. ചില സമയത്ത് അപ്പോഴൊക്കെ ഞാൻ ആ വിഷമം വന്നപ്പോഴൊക്കെ നിങ്ങളുടെ മുഖങ്ങളാണ് ഞാൻ ഓർത്തിരുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യം വരും, ഞാനൊരു നല്ല കാര്യം ആണല്ലോ ചെയ്തത്, നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായല്ലോ എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരുപാട് ആക്ഷേപം അതിൻ്റെ പേരിൽ, ഒരുപാട്. ഇപ്പോഴും ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവരെല്ലാം ഇത് പറഞ്ഞിട്ട് പോവാണ്. സാരമില്ല, എനിക്ക് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. എൻ്റെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സലീം വന്ന് എൻ്റെ അന്തരീക്ഷത്തെ ഒന്ന് ഇതാക്കി. എല്ലാവരും ഓടി നടക്കുന്നതിനിടയിൽ മറ്റേ വിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് വലിവ് മാറാത്തത് മാറുന്നത്.